ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിമർശനങ്ങളും എതിർപ്പുകളും വിമർശകരും നമ്മളെ ശക്തരാക്കാനായിരിക്കണം. അതല്ലാതെ അവരെന്തു പറയുന്നു ഇവരെന്തു പറയുന്നു എന്ന് നോക്കി നമ്മുടെ നിലപാടുകൾ മാറ്റാനും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ മാറ്റാനുമായിരിക്കരുത്. അത്തരം വലിയ ഒരു സന്ദേശമാണ് നരേന്ദ്രമോദി നമുക്ക് നൽകുന്നത്. സിനിമാ താരങ്ങൾ എത്രയോ വലിയ വലിയ രൂപത്തിലുള്ള ഗോസിപ്പുകൾക്ക് ഇരയാകുന്നുണ്ട്. അവർ അവരുടെ കർമ്മപാതയിൽ മുന്നോട്ട് പോകുന്നു. ഗോസിപ്പുകാരുടെയും ഈ മത വിമർശകരെ പ്രതിരോധിക്കാൻ വേണ്ടി ആളുകളെ വേഷം കെട്ടി ഇറക്കിക്കുന്നവരുടെയും ലക്ഷ്യം എന്താണ്? വിമർശകരുടെ വായെ അടപ്പിക്കണം എന്നത് മാത്രമാണ്. പക്ഷേ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. ഇപ്പോ പ്രവാചകന്റെ വിവാഹത്തെ സംബന്ധിച്ച് വിമർശിക്കുമ്പോൾ നമുക്ക് എന്താണത് പറയാനുള്ള യോഗ്യത എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എൻ്റെ പോസ്റ്റുകളിലൊക്കെ ഒരുപാട് കമന്റ് രൂപത്തിൽ വന്നു, അതുകൊണ്ടാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. ഞാന് പള്ളി മുഖേനയാണ് വിവാഹം കഴിച്ചത്. 2 വിവാഹം കഴിച്ചിട്ടുണ്ട്. ആദ്യത്തെ വിവാഹം ബൈക്കോർട്ട് ഡിവോഴ്സിയാണ്. അല്ലാതെ 3ാമതൊരു വിവാഹം കഴിച്ചു എന്ന് തെളിയിച്ചാൽ എൻ്റെ ചാനലിന്റെ പാസ്വേഡും മെയിൽ ഐഡിയും ഞാൻ അവർക്ക് വിട്ടുകൊടുക്കാം. ഈ ഇസ്ലാം മത വിമർശനം തന്നെ അവസാനിപ്പിക്കുകയും ചെയ്യാം. അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗോസിപ്പുകളല്ലേ, വിമർശനങ്ങളല്ലേ, അനാവശ്യമായിട്ടുള്ള കുപ്രചരണങ്ങളല്ലേ, റേറ്റിങ്ങിന് വേണ്ടി, വ്യൂവേഴ്സിന് വേണ്ടി, ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്ന കണ്ടന്റ് രഹിതരുടെ ആശയങ്ങളല്ലേ. എനിക്ക് ആരാ മൈൻഡ് ചെയ്യാൻ പോകുന്നത്? ഇതൊന്നും നോക്കാൻ എനിക്ക് സമയമില്ല. ഞാനൊരു ദിവസം 10-15ഓളം വീഡിയോകളും മാക്സിമം 3 ലൈവൊക്കെ ചെയ്യാറുണ്ട് ഒരു ദിവസം. മാക്സിമം ചില ദിവസം 1-2 ലൈവിലൊക്കെ ഒതുക്കും. ചിലപ്പോൾ സമയവും കിട്ടാറില്ല. സമയവും സൗകര്യവും അനുസരിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ മക്കളുണ്ട്, ഭർത്താവുണ്ട്. അപ്പോൾ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കണേ. അതല്ലാതെ ഇതിനു വേണ്ടിയിട്ട് മാത്രം ഇരിക്കാനും പറ്റില്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഇതിൽ കൂടുതൽ മറ്റൊന്നും നമുക്ക് പറയാനില്ല. അപ്പൊ വിമർശനങ്ങൾ നമ്മളെ തളർത്താനോ പിന്നോട്ടടിക്കാനോ നിലപാടുകളിൽ വെള്ളം കലർത്താനോ ആയിരിക്കരുത് എന്ന ആശയക്കാരിയാണ് ഞാൻ. നമ്മളെ മാനസികമായി തളർത്താൻ എന്ത് തന്ത്രമാണോ എടുക്കേണ്ടത് ആ തന്ത്രം ഗെയിം സ്ട്രാറ്റജി ശീലമുള്ള ആളുകൾ എടുക്കും. എൻ്റെ മകളെ എടുത്തു, എൻ്റെ മക്കളെ, മറ്റേ 3 ആൺകുട്ടികളെയും എടുത്തു, ഭർത്താവിനെ എടുത്തു, കുടുംബക്കാരെ എടുത്തു, സഹോദരങ്ങളെ എടുത്തു, ഞാൻ പഠിച്ച സ്ഥാപനത്തെ എടുത്തു, എൻ്റെ പ്രസ്ഥാനത്തെ എടുത്തു. ഏതെല്ലാം രൂപത്തിലുള്ള കുപ്രചരണങ്ങൾ നിങ്ങൾ അഴിച്ചു വിട്ടാലും ശരി, വാപ്പ ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് നിലപാടുകൾക്ക് വ്യത്യാസം വരുന്ന പ്രശ്നമില്ല. വ്യൂവേഴ്സിന് വേണ്ടിയും മറ്റെന്തിനെങ്കിലുമൊക്കെ വേണ്ടി ആശയങ്ങളിൽ വെള്ളം കലർത്തി എനിക്ക് അത്തരം ഒരു വിജയം വേണ്ട. അങ്ങനെ കിട്ടുന്ന ഒരു ബെനിഫിറ്റും എനിക്ക് ആവശ്യമില്ല. കാരണം ഞാനൊരു മോഡൽ പേഴ്സണാലിറ്റി ആയിട്ട് നരേന്ദ്രമോദിയെ എടുക്കുകയാണെങ്കിൽ പോലും എനിക്ക് കരുത്തേ ലഭിക്കും. കാരണം മാവിനെ പോലെയാണ് നരേന്ദ്രമോദി. മാവിലേക്ക് കൂർത്ത കല്ലുകളും കമ്പുകളും എറിയുമ്പോഴും മാങ്ങ തന്നെയാണ് താഴേക്ക് വീഴുന്നത്. മാവിന് അതുകൊണ്ട് എന്തു ഗുണമാണ്? പക്ഷേ നമുക്ക് തണലാണെങ്കിലും പച്ചമാങ്ങയാണെങ്കിലും പഴുത്ത മാമ്പഴമാണെങ്കിലും എല്ലാം മാവ് തരുന്നുണ്ട്. അതുകൊണ്ട് മാങ്ങയുള്ള മാവിൽ കല്ലേറു വരണം. നമ്മളെല്ലാത്തിനെയും വിമർശിക്കും, നമ്മളെ ആരും വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്താ ശരി? ഇല്ല. അപ്പോൾ തൻ്റെ കണ്ണിൽ കിടക്കുന്ന കോൽ അവിടെ കിടക്കട്ടെ, ആരാന്റെ കണ്ണിലെ കരട് പെറുക്കാൻ പോകുന്നവർക്ക് സംഭവിക്കുന്നതാണിത്. നാക്കും വാചാലതയും ഒക്കെ കൊണ്ട് എല്ലാവരുടെയും വായ അടപ്പിക്കാം എന്ന് വിചാരിക്കുമ്പോൾ കൾച്ചറുള്ള ആളുകൾ അവഗണിക്കാറാണ് പതിവ്. പറയുന്ന ആളുടെ ക്വാളിറ്റിയും കൂടി അളക്കണമല്ലോ. അതുകൊണ്ട് ആ രൂപത്തിലേക്ക് തരം താണ് പോകാൻ സംസ്കാര സമ്പന്നരായ ആളുകളൊന്നും തയ്യാറാകില്ല.
നരേന്ദ്രമോദിയെ പോലെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഏതെങ്കിലും ഒരു ഭരണാധികാരി സ്വതന്ത്ര ഭാരതത്തിൽ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കണം. അത്രമാത്രം വിമർശനങ്ങൾക്ക് പാത്രമായ വ്യക്തിയാണ്. പക്ഷേ ഈ വിമർശിച്ചവർക്കെതിരെ ഒന്നും കേസുകൾ എടുത്തിട്ടില്ല. നൂപുർ ശർമ്മയെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ കനയ്യലാലിനെ കൊലപ്പെടുത്തിയ 2 യുവാക്കളെ കത്തി കാണിച്ച് ഇനിയും ഇത് നരേന്ദ്രമോദിയുടെ ചോരയാണ് ഈ കത്തിയിൽ ഇനിയും തെളിയേണ്ടത് എന്നാ പറഞ്ഞേ. അവരെ പോലും വെറുതെ വിട്ടു. നരേന്ദ്രമോദിക്കെതിരെ എന്തെല്ലാം തരത്തിലുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ട മാധ്യമങ്ങൾ ഇന്നും അവരുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കള്ളക്കേസിൽ കുടുക്കാനോ അവരുടെ പിന്നാലെ പോയി അവരുടെ സ്ഥാപനം പൂട്ടിക്കാനോ അവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ പിടിച്ചെടുക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. കാരണം വിമർശനങ്ങൾ നമ്മളെ കരുത്തരാക്കാനായിരിക്കണം, തളർത്താനായിരിക്കരുത്. ഒരു സിനിമയാക്കുന്നത് പലപ്പോഴും വില്ലൻ കഥാപാത്രമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പൊന്നിയൻ സെൽവം എന്നൊരു സിനിമ കണ്ടു. പൊന്നിയൻ സെൽവൻ, അതിനകത്ത് ഐശ്വര്യ റായിയുടെ കഥാപാത്രമുണ്ടല്ലോ, അവര് വില്ലനാണോ നടിയാണോ നായികയാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചിരിക്കും. ആ സിനിമയെ ഒരു പരിധിവരെ ആ സിനിമയാക്കി മാറ്റുന്നത് നന്ദിനി എന്ന ആ കഥാപാത്രം തന്നെയാണ്. അവരെ ഇത്രയും കരുത്തുറ്റവരാക്കിയതാരാ? ഓരോ ആഴ്ചയും സോഷ്യൽ മീഡിയ അവർക്ക് ഡിവോഴ്സ് കൊടുക്കും, പുതിയ ഭർത്താക്കന്മാരെ ചേർത്തും കൊടുക്കും. ഇതൊക്കെ നോക്കാനാണോ അവർക്ക് നേരം? നരേന്ദ്രമോദിക്ക് ഇതൊക്കെ നോക്കാനാണോ നേരം? അവർക്കൊക്കെ വേറെ ഒരുപാട് പരിപാടികളുണ്ട്. ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഒരു ജേർണലിസ്റ്റായ ഷെഹ്ല റഷീദ് വിമർശകരുടെ മുഴുവനും അണ്ണാക്കിൽ തിരികെ കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. താൻ എഴുതിയ പുസ്തകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എല്ലാ അധ്യായങ്ങളിലും പരാമർശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് എന്നാണ് ഷെഹ്ലയുടെ മറുപടി. അദ്ദേഹം ഹിന്ദുക്കളുടെ മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ആളുകളുടെയും പ്രധാനമന്ത്രിയാണ്. അതിൽ മുസ്ലിങ്ങളില്ലേ എന്ന ചോദ്യമാണ് ഷെഹ്ല ചോദിച്ചത്. ഒരു കാലത്ത് JNUവിലെ ഇടത് സംഘടനകളുടെ തീപ്പൊരി നേതാവും ഇപ്പോൾ നരേന്ദ്രമോദി എന്താണ് എന്ന് തിരിച്ചറിയുകയും അത് ആളുകളെ അറിയിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്ന ഷെഹ്ല റഷീദ് പറഞ്ഞ വാക്കുകളാണ് മീഡിയകൾ ഏറ്റെടുക്കുന്നത്. ന്യൂസ് ലോണ്ട്രി എന്ന മോദി വിരുദ്ധ യൂട്യൂബ് ചാനലിലെ ജേർണലിസ്റ്റ് അഭിനന്ദൻ ശേഖരിയുടെ ചോദ്യങ്ങൾക്ക് ചുട്ട മറുപടികളാണ് ഷെഹ്ല റഷീദ് നൽകുന്നത്. എന്തിനാണ് തന്റെ പുസ്തകത്തിലെ എല്ലാ അധ്യായങ്ങളിലും നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കുന്നത് എന്നുൾപ്പെടെയുള്ള ഒരുപാട് മോദി വിരുദ്ധ ചോദ്യങ്ങളാണ് ന്യൂസ് ലോണ്ട്രിയുടെ അഭിനന്ദൻ ശേഖരി ചോദിക്കുന്നത്. നമ്മൾ നമ്മളുടെ പ്രധാനമന്ത്രിയോടാണ് സംസാരിക്കേണ്ടത്, അല്ലാതെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയോടോ ചൈനയുടെ പ്രസിഡന്റിനോടോ അല്ല. നമ്മൾ സംസാരിക്കേണ്ടത് പ്രധാനമന്ത്രി മോദിയോടാണ്. അദ്ദേഹം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും പ്രധാനമന്ത്രിയാണെന്ന് ഷെഹ്ല റഷീദ് പറഞ്ഞു. ആലോചിക്കണം, നരേന്ദ്രമോദി തനിക്കെതിരെ ആര് എന്ത് എവിടെ പറയുന്നു എന്ന് നോക്കിയിരിക്കാറില്ല. പക്ഷെ മോദി പറയുന്നത് എന്ത് എന്ന് നോക്കിയിരിക്കാൻ ഈ വിമർശകരുണ്ടാകും മുൻപന്തിയിൽ. അവിടെയാണ് മോദി എന്ന പ്രധാനമന്ത്രി, മോദി എന്ന മനുഷ്യൻ വിജയിച്ചു നിൽക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പേര് തന്റെ പുസ്തകത്തിന്റെ എല്ലാ അധ്യായങ്ങളിലും പരാമർശിച്ചതിന്റെ പേരിൽ എന്തിനാണ് താങ്കൾ ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത് എന്നതായിരുന്നു ചോദ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുമ്പോൾ അസ്വസ്ഥപ്പെടുന്ന ആളുകളോടും നമുക്ക് ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. എന്തിനാണ് നിങ്ങളുടെ അസഹിഷ്ണുത? ഓരോ വ്യക്തിക്കും അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് ഈ രാജ്യത്ത്. നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ മതം ഇത് തന്നെ അപരനും പിൻപറ്റണം എന്ന് പറയാൻ നീയൊക്കെ ആരാ? പ്രധാനമന്ത്രി മോദി നമ്മളുടെ എല്ലാവരുടെയും പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തോടല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ വിയറ്റ്നാമിലെ പ്രധാനമന്ത്രിയോടോ ചൈനയിലെ പ്രസിഡന്റിനോടോ അല്ല പറയേണ്ടത് എന്നാണ് ഷെഹ്ല റഷീദ് ഉഗ്രൻ മറുപടി നൽകിയത്. ശേഖരിക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മോദി സർക്കാർ പീഡിപ്പിക്കുകയാണ് എന്ന ആരോപണത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് ഷെഹ്ല റഷീദ് തന്റെ റോൾ മോഡൽസ് എന്ന പുസ്തകം എഴുതിയത്. ഇതിൽ ഇന്ത്യയിൽ വിവിധ മേഖലകളിൽ വിജയം നേടിയ മുസ്ലിങ്ങളുടെ കഥകളാണ്
ഷെഹില റഷീദ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. AR റഹ്മാൻ, സാനിയ മിർസ, നിഗർ ഷാജി, ഡോക്ടർ ഔസാഫ് സെയ്ദ്, ഹുമ ഖുറൈഷി തുടങ്ങിയ വിജയം നേടിയ ഒട്ടേറെ മുസ്ലിങ്ങളുടെ ജീവിത കഥകളാണ് ഷെഹില റഷീദ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പരാജിതരും വില്ലന്മാരും പീഡിതരുമായി അവതരിപ്പിക്കുന്ന സാമ്പത്തികമായ രീതിയെ തകിടം മറിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ശത്രുക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ സാമ്പ്രദായികമായിട്ടുള്ള ഒരു രീതിയെ തകിടം മറിക്കുന്ന മറുപടി ഷെഹില റഷീദ് പറഞ്ഞു. ഈ പുസ്തകം ചില ആളുകളുടെ അണ്ണാക്കിൽ തിരികിയ മറുപടിയാണ്. JNUവിലെ ഇടത് വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ മോദിയെ ശക്തമായ രൂപത്തിൽ ആക്രമിക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്ന ഷെഹില റഷീദ് ഇന്ന് പ്രധാനമന്ത്രിയുടെ സേവനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്ന ആളുകൾക്ക് അണ്ണാക്കിൽ പിരിവെട്ടിയ മറുപടി നൽകുന്ന തിരക്കിലാണ്. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന നിയമം എടുത്തു കളഞ്ഞ മോദി സർക്കാരിന്റെ നയം കാശ്മീരിൽ സമാധാനം കൊണ്ടുവന്നെന്നും കാശ്മീരിൽ കല്ലെറിയുന്ന യുവാക്കളുടെ എണ്ണം കുറഞ്ഞെന്നും ഷെഹില റഷീദ് ശേഖരിയുടെ അണ്ണാക്കിൽ കൊടുത്തു മറുപടി. എല്ലാ വിമർശനങ്ങൾക്കും മറുപടി നൽകിക്കൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല. കാറ്റടിക്കുന്ന ഭാഗത്തെല്ലാം വേലി കെട്ടാൻ നമുക്ക് പറ്റില്ല. നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടാകും. അത് മതി. നന്ദി.